തെരഞ്ഞെടുപ്പ് ഉത്സവത്തിനൊരുങ്ങി മലയോര മേഖലയും. പത്തനംതിട്ട ചിറ്റാറിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഭദ്ര. യെസ് സുജു, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് അണികളൊക്കെ കടന്നിരിക്കുന്നു, പ്രവർത്തകരൊക്കെ കടന്നിരിക്കുകയാണ്. എന്തായാലും ഒരു പടി മുന്നിൽ LDF നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നമുക്ക് അതിഥികളുണ്ടോ? തീർച്ചയായിട്ടും അതിഥികളുണ്ട് ഭദ്ര. ഈ പത്തനംതിട്ടയുടെ മലയോര മേഖലയിലും തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മുന്നണികളെല്ലാം തന്നെ അവരെല്ലാം സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചരണത്തിൻ്റെ ആരംഭത്തിലുമാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചിറ്റാറിലാണ്. ചിറ്റാർ എന്ന് പറയുമ്പോൾ അനശ്വര രക്തസാക്ഷി MS പ്രസാദിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കൂടിയാണ്. MS പ്രസാദിൻ്റെ ഓർമ്മകളുള്ള ഒരു മണ്ണ് കൂടിയാണ് അനശ്വര രക്തസാക്ഷി MS പ്രസാദിൻ്റെ. നമുക്ക് MS പ്രസാദിൻ്റെ രക്തകുടീരത്തിൻ്റെ സമീപത്ത് തന്നെയാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസും. ഈ നിലവിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന TK സജിയാണ് ഇത്തവണ പെരുന്നാൾ ഡിവിഷനിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. രാവിലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരുക്കത്തിലാണ്. സജിച്ചേട്ടൻ തൊട്ട് സമീപത്ത് അമ്മയോടൊക്കെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. ആദ്യം സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്നതിന് മുമ്പേ എങ്ങനെയുണ്ട് അമ്മയെ സ്ഥാനാർത്ഥി? മിടുക്കനാണ്. ഞങ്ങൾക്ക് നേരത്തെ തൊട്ട് അറിയാവുന്ന ആളാണ്. ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളാണ്. ഞാൻ അനുഗ്രഹിച്ച ആളാണ്. സൂപ്പറാ. നല്ല സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചവനും ഇതിനു മുമ്പും മെമ്പറായിട്ട് നിന്നും മത്സരിച്ച് ജയിച്ചതും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതും നല്ല സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾ സ്ഥാനാർത്ഥിയിലേക്ക് വരുന്ന ഓടിച്ചൊന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പകരം വന്നിരിക്കും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ സ്ഥാനാർത്ഥി. പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നു. നല്ലൊരു വിജയം, നല്ല ഭൂരിപക്ഷത്തിൽ, അതായത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മത്സരിക്കുന്നതിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് യാതൊരു. ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട്. എങ്ങനെയുണ്ട്? നല്ല സ്ഥാനാർത്ഥിയാണ്. സാധാരണക്കാരൻ ഇടയിൽ നിന്നും കയറി വന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർത്തിയേക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെ നല്ല വിജയത്തിൽ. ഏരിയ സെക്രട്ടറിയുടെ ഒപ്പം എത്തിയിട്ടുണ്ട്. ഏരിയ സെക്രട്ടറിയിലേക്ക് വരാൻ മുമ്പ് സ്ഥാനാർത്ഥിയിലേക്ക് പോയിട്ട് കലാകാരൻ കൂടിയാണ്, അനൗൺസറൊക്കെയാണ്, ദേശാഭിമാനിയുടെ ലേഖനാണ്, മാധ്യമപ്രവർത്തകരാണ്. എന്താണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത്? വികസനം തന്നെയാണ് പ്രധാനമായിട്ട്. എൻ്റെ നാടെന്ന് പറഞ്ഞാൽ മലയോര പ്രദേശമാണ്. മലയോര പ്രദേശത്തിൻ്റെ വികസനവുമാണ് നമ്മുടെ ഹൃദയത്തിൽ മൊത്തം. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നു വന്നതാണ്. ഒരു സാധാരണക്കാരൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ശരിക്കും അറിഞ്ഞ് വന്നൊരു കുടുംബത്തിലെ ആൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ആളുകളുടെയും സാധാരണക്കാരുടെ വിഷയങ്ങളും എല്ലാം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു വിഷയം ഉണ്ടാകുമ്പം ഓടിച്ചെല്ലുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ആ വാർത്ത എടുക്കാൻ എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ ആ വാർത്തയോടൊപ്പം തന്നെ ആ പ്രദേശത്തെ ജനങ്ങളുടെ വിഷയവും കൂടാണ് നമ്മുടെ ഹൃദയത്തിലോട്ട് വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും ബന്ധപ്പെട്ട് അത് പരിഹരിക്കാനുള്ളൊരു പ്രവർത്തനം കൂടെ അതിൻ്റെ തുടർ പ്രവർത്തനമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ലഭിച്ചൊരു അനുഭവമുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ചിറ്റാറിൽ 2 തവണ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിലുള്ളൊരു അനുഭവം ഉണ്ട്. 2 തവണ. ആദ്യത്തെ തവണ 2005-2010 കാലത്ത് ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 2015-20 കാലഘട്ടത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടും പ്രവർത്തിച്ചൊരു പരിചയം ഉണ്ടാകാനുള്ള സാഹചര്യം എല്ലാം ജനങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. സൈച്ചേട്ടന് നമുക്കറിയാം, സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. നമുക്കൊക്കെ തോളത്ത് കയറ്റി സൈച്ചേട്ടാന്ന് വിളിക്കാൻ ഏത് സമയത്തും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഇപ്പോൾ അനൗൺസിൻ്റെയും നിരവധി കലാപരമായ കഴിവുകളുണ്ട്. അപ്പോൾ സൈച്ചേട്ടൻ്റെ ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് പോലും, ജസ്റ്റ് 2 വാക്ക്. അനൗൺസ്മെൻറ്റുകൾ ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഇഷ്ടമുള്ളൊരു മേഖലയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ ചിറ്റാർ ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്ന പ്രിയപ്പെട്ട TK സജിയെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പം ഇതാണ് സജിച്ചേട്ടൻ്റെ ഒപ്പം തന്നെ പാർട്ടി ഏരിയ സെക്രട്ടറി അനശ്വര രക്തസാക്ഷി സഖാവ് MS പ്രസാദിൻ്റെ സഹോദരൻ കൂടിയാണ് MS രാജേന്ദ്രൻ. സഖാവ് ഇത്തവണ മലയോര മേഖലയിൽ എങ്ങനെ ഇടതുപക്ഷത്തിന് വലിയൊരു മുന്നേറ്റം മലയോര മേഖല പറയുമ്പം പെരുന്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് സജീവമായി നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മലയോര പ്രദേശത്തിന് നൽകിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സംഭാവനകൾ അത് മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വിധമുള്ള വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. അത് റോഡുകളായാലും കുടിവെള്ള പദ്ധതിയായാലും ആശുപത്രിയായാലും സ്കൂളുകളുടെ വികസന പ്രവർത്തനങ്ങളായാലും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരു എണ്ണിയാലൊടുങ്ങാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് MLA KU ജനീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അത് വലിയ തോതിൽ ഉള്ള മലയോര കർഷകരെയും മലയോരത്തെ സാധാരണപ്പെട്ട ആളുകളെയും മുന്നിൽ കണ്ടുകൊണ്ട്
നടത്തിയിട്ടുള്ള വലിയൊരു ഇടപെടൽ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരും എന്നതാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഡിവിഷനിൽ മത്സരിക്കുന്നത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി കൂടിയായിട്ടുള്ള അംഗം കൂടിയായിട്ടുള്ള ടി.കെ. സജിയാണ്. സജി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മുടെ സ്ഥാനാർത്ഥികൾ, ഞാൻ ജില്ലാ ഡിവിഷനിൽ 2 തവണ മത്സരിച്ച ആളാണ്. 6000-7000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ സജിക്ക് ഉറപ്പായിട്ടുണ്ടാകും. സജി വളരെ ചെറുപ്പത്തിൽ മുതൽ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ സജീവ സാന്നിധ്യമായിരുന്നു. അങ്ങനെ പാർട്ടിയുടെ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 തവണ ചിറ്റാറിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അനുഭവ സമ്പത്ത് നന്നായിട്ടുണ്ട്. പിന്നെ 100% ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു, കാരണം ഇത്ര ആളുകൾ തന്നെ രാവിലെ പൊതുപ്രവർത്തകരായി എത്തുന്നു. രാവിലെ ചിറ്റാറിൻ്റെ മണ്ണിലേക്ക് കൂടുതൽ ആളുകളിലേക്ക്. എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥിയൊക്കെ? നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നു. സ്ഥാനാർത്ഥി കൂടിയാണല്ലേ? പറഞ്ഞോളൂ, ഏത് വാർഡിലെ സ്ഥാനാർത്ഥിയാണ്? ഞാൻ 4-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. പേര് വാർഡിൻ്റെ പേര്? പഴയ ചിറ്റാർ പഴയ സ്റ്റാൻഡാണ്. ചിറ്റാർ പഞ്ചായത്തിലേക്ക്. ചിറ്റാർ പഞ്ചായത്ത്. ഇത്തവണ പിടിക്കുമോ? തീർച്ചയായും. ഇത് 5-ാം വാർഡിൽ മത്സരിക്കുന്നു. ചിറ്റാർ. എങ്ങനെയുണ്ടോ ഇത്തവണ? നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നു. എന്താ വികസനം തന്നെയാണ് മുമ്പോട്ട് വെക്കുന്നത്? വികസനം തന്നെ. ഭദ്ര, നമുക്ക് കാണാം, ഒരു മലയോര ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ രാവിലെ 7 ആയപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഏരിയ സെക്രട്ടറി MS രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ തന്നെ ആളുകൾ. സ്ഥാനാർത്ഥിയാണോ? പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ്. പിടിക്കും പിന്നെ ഉറപ്പാലും. വലിയ ആവേശത്തിലാണ് മലയോര മേഖല, മലയോര ജനതയാകെ ഇത്തവണ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. UDFിലും കോൺഗ്രസും ഒക്കെ തന്നെ അവരും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഭദ്ര. അതെ, തീർച്ചയായും സുജു. എന്തായാലും ഒരു പൂ ചോദിച്ചു പക്ഷെ ഒരു പൂക്കാലം തന്നു എന്ന് പറയുന്നത് പോലെ ഒരു സ്ഥാനാർത്ഥിയെ വിചാരിച്ചു, പക്ഷേ ഇതാ 3 സ്ഥാനാർത്ഥികളാണ് അവിടെ നിൽക്കുന്നത്. എന്തായാലും മലയോര മേഖലയുടെ പ്രതീക്ഷകളാണ് ആ നിൽക്കുന്ന 3 പേര്, 3 നക്ഷത്രങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം സുജു.